blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്ന് ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ സീരീസിലെ അവസാനത്തെ പ്രോഗ്രാമാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തുടർച്ചയായി വാച്ച് ചെയ്ത എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. അതിലുപരി നൂറുകണക്കിന് എപ്പിസോഡുകൾ പലരായി സ്പോൺസർ ചെയ്തു. ഇതുവരെ സ്പോൺസർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു. അവരെല്ലാം കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളവർക്കായി പ്രാർത്ഥിക്കാം. ഒന്നാമത്തേത് എറണാകുളം ജില്ലയിൽ തിരുവാങ്കുളത്ത് നിന്നും സുധർമ്മിണി. തൻ്റെ മകൻ വിഷ്ണുവിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ കുടുംബത്തിനായി പ്രാർത്ഥിക്കാം. നല്ല കർത്താവ്, ഞങ്ങൾ ചേർന്ന് വിഷ്ണുവിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മേൽ എല്ലാവിധ ദൈവിക അനുഗ്രഹങ്ങളും വന്നു ചേരട്ടെ. ആത്മീയ നന്മകളും അനുഗ്രഹങ്ങളും വന്നു ചേരട്ടെ. കർത്താവെ, തൻ്റെ SSLC എക്സാമിന് ഉയർന്നൊരു മാർക്ക് സ്കോർ ചെയ്യുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിലെ ബന്ധുമിത്രാദികളെല്ലാം നിത്യജീവൻ്റെ അവകാശികളാകുവാൻ, യേശു കർത്താവിൻ്റെ രക്ഷ അനുഭവിക്കുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കുന്നു. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ വിഷ്ണു. കർത്താവ് ഒത്തിരി മോനെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ഒരു സ്പോൺസർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. K. പ്രകാശ് ആൻഡ് കലാ പ്രകാശ് ഫ്രം ഗുജറാത്ത്. കർത്താവെ, പ്രകാശിനായി പ്രാർത്ഥിക്കുന്നു. ഡസ്റ്റ് അലർജി സൗഖ്യമാകട്ടെ. നല്ലൊരു ജോലി കർത്താവ് ചെന്നൈയിൽ ഉയർന്ന ശമ്പളത്തോടുകൂടി ലഭിക്കാനായും, കർത്താവ് തൻ്റെ സാമ്പത്തിക പ്രയാസങ്ങൾ മാറിപ്പോകാനായും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗുജറാത്തിൽ തൻ്റെ പ്രോപ്പർട്ടി വിൽക്കുവാൻ സഹായിക്കണമേ. 2 മക്കളെയും അവരുടെ വിദ്യാഭ്യാസം, ആത്മീയ നന്മകൾ, അവരുടെ ഭാവി, അതിനെല്ലാം വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കലയുടെ സിസ്റ്റർ കവിതയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ കടബാധ്യതകളും മാറി സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇൻ ജീസസ് നെയിം ആമേൻ. Thank you sponsors for sponsoring today's episode. യേശുവിനെ ക്രൂശിൽ തൂക്കിക്കിടത്തിയത് നാം തറച്ച ആണികളല്ല, പകരം നമ്മോടുള്ള സ്നേഹമായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ചെയ്ത ആ ത്യാഗത്തെ ഓർക്കുവാൻ ഗുഡ് ഫ്രൈഡേ സർവീസ് മാർച്ച് 29-ാം തീയതി ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച് ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പ്രവേശനം സൗജന്യം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0484 422 111. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ സമയത്ത് എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 100 കണക്കിന് വിദ്യാർത്ഥികൾ അവരുടെ പരീക്ഷയുടെ ടൈം ടേബിൾ സ്കാൻ ചെയ്തും അതുപോലെ ഇമെയിൽ വഴിയും കത്തുകൾ വഴിയൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രേയർ ടവറിലും അല്ലാതെയൊക്കെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു കത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നതിൽ ഒത്തിരി ഉണ്ട്, 100 കണക്കിനുണ്ട്. അതിൽ ഒരു കത്ത് ഇങ്ങനെയാണ്: എൻ്റെ പേര് ലിസി, ഞാൻ ബോംബെയിൽ ഉല്ലാസ് നഗറിൽ താമസിക്കുന്നു. എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ ഫോൺ ചെയ്ത് സിസ്റ്ററുമായി സംസാരിച്ചിരുന്നു. മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവൾ 4th ഇയർ BSc നഴ്സിംഗ് അന്ധേരി ഹോളി സ്പിരിറ്റ് ഹോസ്പിറ്റലിൽ പഠിക്കുന്നു. ഇടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. 6 മാസം എക്സാം എഴുതാൻ സാധിച്ചില്ല. ഇപ്പോൾ
തേർഡ് ഇയർ എക്സാം എഴുതി. 25/2/2013 റിസൾട്ട് വന്നു. 67.13% മാർക്ക് ലഭിച്ചു, ജയിച്ചു. അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ഒത്തിരി നന്ദി അറിയിക്കുന്നു. ഞാൻ മിക്കവാറും TV-യിൽ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം കാണാറുണ്ട്. ഇനിയുള്ള അവളുടെ പഠനത്തിനായി പ്രാർത്ഥിക്കണം. ഞാൻ ഇവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. പിന്നെ എൻ്റെ രണ്ടാമത്തെ മകൾ ലിൻഡ 10ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. 5/3/13 മുതൽ 25/3/13 വരെയാണ് എക്സാം. നല്ലതായി എക്സാം എഴുതാനും നല്ല മാർക്ക് കിട്ടുവാനും പ്രാർത്ഥിക്കണേ എന്ന് സ്നേഹത്തോടെ ലിസി തോമസ്. മൂത്ത മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കുറേയധികം പ്രശ്നങ്ങളുണ്ടായി. എന്നാൽ 67.13% മാർക്കോടെ പാസ്സാകാൻ ദൈവം കൃപ കൊടുത്തു. അതേ യേശു നിങ്ങളെയും സഹായിക്കാൻ പോകുകയാണ്. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള പരീക്ഷകൾ നന്നായി എഴുതുവാൻ അങ്ങ് സഹായിക്കണമേ. പ്രത്യേകിച്ച് കർത്താവേ, ഇതിലെ ആ ടൈം ടേബിൾ അനുസരിച്ചുള്ള ഓരോ എക്സാമിൻ്റെ പേരിലും ദൈവത്തിൻ്റെ കരമുണ്ടാകട്ടെ. ഇന്ന് ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന, ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വലിയ നന്മകളാൽ അനുഗ്രഹങ്ങളാൽ അവരെ നിറയ്ക്കുന്നതിനാൽ നന്ദി പറയുന്നു. ഉയർന്ന മാർക്കോടെ പാസ്സാകാൻ കർത്താവ് സഹായിക്കണമേ. നല്ല രീതിയിൽ പരീക്ഷ എഴുതുക മാത്രമല്ല, എൻ്റെ വാല്യുവേഷൻ നടക്കുന്ന സമയത്ത് ന്യായമായി അർഹിക്കുന്ന മാർക്ക് അവർക്ക് ലഭിക്കട്ടെ. കർത്താവെ, നീ അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വിദ്യാർത്ഥികളോടും മറ്റെല്ലാവരോടുമായി ഞാൻ പറയട്ടെ, പരീക്ഷ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തീരും. എന്നാൽ പരീക്ഷയ്ക്ക് ശേഷം റിസൾട്ട് വരുന്നതിന് മുൻപ് ഒത്തിരി വിദ്യാർത്ഥികൾക്ക് മാനസിക സംഘർഷമുണ്ടായി. ചിലരൊക്കെ ആത്മഹത്യ വരെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിൽ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമല്ല, ഈ എൻ്റെ പ്രാർത്ഥനാ ഡയറിയിൽ പരീക്ഷാ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ, അതിൻ്റെ 15ാമത്തെ പ്രാർത്ഥന, പരീക്ഷാ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളൊരു മാതൃക പ്രാർത്ഥന കൊടുത്തിട്ടുണ്ട്. മാതാപിതാക്കളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഇത് ലഭിച്ചിട്ടില്ലാത്തവർ നിങ്ങൾക്ക് സ്ക്രീനിലെ നമ്പറുകളിൽ വിളിക്കാം. അതുകൂടാതെ ആശിഷുമാരി എന്നുള്ള പുസ്തകം ആവശ്യമുള്ളവർക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഈ എൻ്റെ പ്രാർത്ഥന ഡയറി ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഇംഗ്ലീഷ് കൂടുതൽ കൈകാര്യം ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ചോദിച്ച് നിങ്ങൾ വാങ്ങുക. സഹോദരൻ നെവൽ മുളവുകാട് നിന്നാണ് വരുന്നത്. സഹോദരൻ 2 വർഷമായിട്ട് ഈ മകൻ്റെ കണ്ണിൽ നിന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെള്ളം വരികയും വൈകുന്നേരം 5-5:30 മണിയോടുകൂടി കണ്ണിന് മങ്ങലുണ്ടാവുകയും ചെയ്യും. ശരിക്കും വായിക്കാൻ ക്ലിയർ അല്ലായിരുന്നു. ഒരുതരം പടലം പോലെ കണ്ണിൽ വരുമായിരുന്നു. ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ ചികിത്സിച്ചു. ഡോക്ടർ പറഞ്ഞു, മോനെ, നിനക്ക് വെള്ളെഴുത്തിന്റെ ആരംഭമാണെന്ന് പറഞ്ഞു. ഈ പ്രായത്തിൽ അത് 75 വയസ്സായോ? 33 വയസ്സ്. 33 വയസ്സേ ഉള്ളൂ. യേശു ക്രൂശിൽ കയറിയ പ്രായമാണ്. അപ്പൊ 2 വർഷം മുമ്പാണ് ഇത് സംഭവിച്ചത്. ഇത് ഡോക്ടർ പറഞ്ഞപ്പോൾ വലിയ സങ്കടമായി. കാരണം അതിനുശേഷം കഴിഞ്ഞ 2 മാസം മുമ്പ് ഈ സഹോദരൻ ഇവിടെ വന്നു. ജനുവരി 13-ാം തീയതി സ്നാനമെടുത്തു. അതിനുശേഷം നമ്മുടെ ഒരു ബ്ലെസ്സിംഗ് ഗ്രൂപ്പിൽ, പ്യാരിലാൽ എന്ന് പറയുന്ന ബ്രദറിന്റെ ഗ്രൂപ്പിൽ, ബ്ലെസ്സിംഗ് ഗ്രൂപ്പ് മുളവുകാട്, അവിടെ പങ്കെടുത്തു. ബ്ലെസ്സിംഗ് ഗ്രൂപ്പിലുണ്ടായിരുന്ന എല്ലാവരും ചേർന്ന് ഇവന്റെ മേൽ കൈനീട്ടി പ്രാർത്ഥിച്ചു. സഹോദരൻ പറഞ്ഞു വെച്ചാല് പിറ്റേ ദിവസം മുതൽ വിശ്വസിക്കാനായില്ല. പിറ്റേ ദിവസം രാവിലെ മുതൽ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ടില്ല. അന്ന് വൈകുന്നേരം 5:30-ക്ക് ശേഷം എൻ്റെ കണ്ണ് മങ്ങിയിട്ടില്ല. ഇന്ന് വരെ ഒരു കുഴപ്പമില്ലാതെ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കി എന്ന് പറയുന്നു. ഹല്ലേലൂയ. എന്താ എനിക്കൊന്ന് കേൾക്കണം, ഉണ്ടായ അനുഭവം ഒന്ന് പറയാമോ? എനിക്ക് 2 വർഷമായിട്ട് കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം, രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര പ്രയാസമാണ്. 2 വെള്ളം ഇങ്ങനെ വരുമായിരുന്നു. എണീക്കാൻ പീള വന്നിങ്ങനെ എന്നിട്ട് ഇങ്ങനെ 2 വർഷമായിട്ട് എല്ലാ ദിവസവും ഇതുപോലെ രാവിലെ എണീക്കാൻ നേരത്തുണ്ട് ഇതേപോലെ. ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്. അങ്ങനെ എനിക്ക് ആരോടും പറയാനായിട്ട് ഒരു ബുദ്ധിമുട്ടായിരുന്നു, ഇത് എങ്ങനെ പറയൂ എന്നുള്ളത്. അങ്ങനെ ഞാൻ എറണാകുളം ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട്. ഡോക്ടർ ലെൻസൊക്കെ വെച്ച് നോക്കി എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞ്, ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റൂല, കണ്ണിന് ഇങ്ങനെ വെള്ള എഴുത്തിൻ്റെ ഒരു സംഭവം ഇങ്ങനെ ഉണ്ട്,
അതുകൊണ്ട് ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് ഇപ്പൊ വേണമെങ്കിൽ തൽക്കാലം ഒരു തുള്ളി മരുന്ന് എഴുതി തരാന്ന് പറഞ്ഞു. അതൊക്കെ ഇട്ട് നോക്കിയെങ്കിലും അങ്ങനെയൊന്നും വലിയ മാറ്റമൊന്നും സംഭവിച്ചില്ല. ഈ രോഗസൗഖ്യം കിട്ടിയ ശേഷമുള്ള വ്യത്യാസം എന്താണ്? ഇപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞ രാവിലെ എണീക്കാൻ നേരത്തെ എനിക്ക് ആ വെള്ളം വന്നിരുന്ന വെച്ച അവസ്ഥ ഇല്ലെന്ന് കംപ്ലീറ്റ് മാറി. ആ പീള കെട്ടിയിരുന്ന വെച്ച അവസ്ഥയൊക്കെ മാറി. പിന്നെ ഒരു 6 മണിയാകുമ്പോൾ മങ്ങല് പോലെ ഉണ്ടായിരുന്നു. ആ സമയത്താണെങ്കിൽ എനിക്ക് അത് 6 മണി വൈകുന്നേരം 6 മണിക്ക് മങ്ങലാണ്. ചെറുതായിട്ട് ഇങ്ങനെ മങ്ങണ പോലെയൊക്കെ ഉള്ള ഒരു പ്രയാസമായിരുന്നു. ആ പ്രയാസമൊക്കെ കർത്താവ് എടുത്തു മാറ്റി. അപ്പൊ യേശുവിൽ വിശ്വസിച്ച ഗുണമുണ്ട്. മാത്രമല്ല യേശുവിൽ വിശ്വസിച്ചാൽ ഗുണമുണ്ട്. ഒരു ബ്ലെസ്സിംഗ് ഗ്രൂപ്പിൽ പങ്കെടുത്താൽ ഗുണമുണ്ട്. കർത്താവിന് വേണ്ടി നിന്നാൽ പ്രതിഫലം കിട്ടിയിരിക്കും. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് തീക്ഷ്ണതയോടുകൂടെ അവനെ അന്വേഷിക്കുന്ന എല്ലാവർക്കും അവൻ പ്രതിഫലം നൽകുന്നവനത്രേ. ഹല്ലേലൂയ. കർത്താവേ, ഈ വാവിനെ ആ പ്രയാസത്തിൽ നിന്ന് വിടുവിച്ചതിനായി നന്ദി പറയുന്നു, ബ്ലസ് ചെയ്യുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. തുടർന്ന് നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് പോകാം. ബൈബിൾ എടുക്കുക, നോട്ട്ബുക്ക് എടുക്കുക, പേന എടുക്കുക. വളരെ ആഗ്രഹത്തോടുകൂടെ വചനം സ്വീകരിക്കുക. Deuteronomy chapter 1 verse number 7. അത് ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വചനമാണ്. It says, break camp and advance into the hill country of Amorites. Go to all the neighboring places in Arabah, in the mountains, in the western foothills, in the Negev, and along the coast to the land of Canaanites, and to Lebanon, as far as the great river, the Euphrates. നിങ്ങൾ ഈ പർവ്വതത്തിൽ വേണ്ടുവോളം താമസിപ്പിച്ച് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ച് യാത്ര ചെയ്ത് അമോര്യരുടെ പർവ്വതങ്ങളിലേക്കും അതിന്റെ അയൽ പ്രദേശങ്ങളായ സമഭൂമിയിലേക്കും തീരപ്രദേശത്തേക്കും തെക്ക് കനാന്യരുടെ ദേശത്തേക്കും ലെബാനിലേക്കും യൂഫ്രട്ടീസ് മഹാനദി വരെയും പോകുക. See, that was the boundary given to the people of Israel. ഇസ്രായേൽ മക്കൾക്ക് അവരുടെ രാജ്യത്തിനു വേണ്ടി ദൈവം കൽപ്പിച്ചു കൊടുത്ത അതിരാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. That means even on the face of earth they were geographically limited. അതിന്റെ അർത്ഥം ഈ ഭൂമുഖത്ത് അവർ ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്തിന്റെ കാര്യത്തിൽ പോലും ഒരു പരിധി വെക്കപ്പെട്ടിരുന്നു. The Old Testament people were very limited. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, പഴയ നിയമത്തിലെ ആളുകൾ വളരെ പരിധിക്കകത്താണ് ജീവിച്ചിരുന്നത്. But Acts chapter 1 verse number 8, that is the promise for you. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പസ്തോല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനം, അതാണ് ഒരു പുതിയ നിയമത്തിലെ വിശ്വാസിയുടെ വാഗ്ദാനം. And that says, but you will receive power when the Holy Spirit comes on you, and you will be my witnesses in Jerusalem and in all Judea and Samaria and to the ends of the earth. എന്നാൽ അവിടുത്തെ വചനം എന്താണ് പറയുന്നത് കേൾക്കൂ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുകയും യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അതിരുകൾ വരെയും എന്റെ സാക്ഷികളായി തീരുകയും ചെയ്യും. Hallelujah. Hallelujah. That is your limit. അതാണ് നിങ്ങൾക്കുള്ള പരിധി. Hallelujah. Hallelujah. This is what I usually say. ഇതാണ് ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യം. Jesus says you will receive the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങൾ പ്രാപിക്കുമെന്ന് യേശു ഇവിടെ പറയുന്നു. And when you receive the power of the Holy Spirit, നിങ്ങൾ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ you will be witnesses of Jesus. ദൈവത്തിന്റെ യേശുവിന്റെ സാക്ഷിയായി അതിനുശേഷം നിങ്ങൾ മാറ്റപ്പെടും. Hallelujah. Hallelujah. How many of you want the power of the Holy Spirit in your life? നിങ്ങളിൽ എത്ര പേർക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇവിടെ ഉണ്ട്? അവരുടെ കൈകളൊന്ന് കാണട്ടെ. Hallelujah. Hallelujah. Today that is the one thing that makes us different from others. മറ്റുള്ളവരിൽ നിന്ന് നമ്മെ വ്യത്യസ്തമാക്കുന്ന ഒരേ ഒരു കാര്യം എന്നുള്ളത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. Hallelujah. Hallelujah. When we have the power of the Holy Spirit, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ളവരായി മാറുമ്പോൾ we are different from other people. മറ്റുള്ള സാമാന്യ ജനത്തിൽ നിന്ന് നാം വ്യത്യസ്ത ജനമായി മാറുകയാണ്. The power of the Holy Spirit is a supernatural power. ഓർക്കുക,
ദൈവത്തിന്റെ ശക്തി എന്നുള്ളത്, അത് പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നുള്ളത് അതൊരു അമാനുഷികമായിട്ടുള്ള ശക്തിയാണ്. When you have the power of the Holy Spirit, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ഈ ശക്തിയുമായി നിൽക്കുമ്പോൾ from that time ആ സമയം മുതൽ you become an international personality. നിങ്ങൾ ഒരു ഇന്റർനാഷണൽ, ഒരു അന്തർദേശീയ വ്യക്തിയായി മാറുകയാണ്. Because Jesus says when you receive the power of the Holy Spirit, you can even travel to the ends of the earth. കാരണം യേശു പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ലോകത്തിന്റെ അറ്റം വരെ പോകുമെന്ന്. So many years back there lived a wonderful woman of God called Catherine Kuhlman. ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, കാത്രിൻ കുൾമാൻ എന്നായിരുന്നു അവളുടെ Through her പേര്. meeting so many people got healed. അവളുടെ ആ മീറ്റിംഗിലൂടെ ഒത്തിരി ആളുകൾ രോഗസൗഖ്യം പ്രാപിച്ചു. So many mighty miracles took place. ഒത്തിരി അത്ഭുതങ്ങൾ അവിടെ നടത്തപ്പെട്ടു. And God proved one thing through her. അവളിലൂടെ ഒരു കാര്യം ദൈവം അന്ന് അവിടെ തെളിയിച്ചു. Even though she was a woman, a weak, fragile woman, God's power worked through her and so many people got healed. അവൾ ഒരു സ്ത്രീ ആയിരുന്നിട്ട് കൂടെ ദൈവത്തിന്റെ ശക്തി അവളിലേക്ക് ഇറങ്ങി വരികയും അമാനുഷികമായ കാര്യങ്ങൾ ദൈവജനത്തിന്റെ ഇടയിൽ അവളിലൂടെ നടക്കുകയും ചെയ്തു. I have a good news for all the wonderful sisters sitting here. ഇവിടെ ഇരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഓരോ സഹോദരിമാരോടും എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. Today, ഇന്ന് the Holy Spirit's power is available to all the ladies. ഇവിടെ ഇരിക്കുന്ന ഓരോ സ്ത്രീകൾക്കും ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭ്യമാണ്. If you are available to the Lord, നിങ്ങൾ ദൈവത്തിന് ലഭ്യമായിട്ടുള്ള ഒരു വ്യക്തിയായി തീർന്നാൽ God can use you even more than men. പുരുഷന്മാരെക്കാൾ അധികമായിട്ട് ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ സാധിക്കും സഹോദരി. That has happened in history. അത് ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്. Hallelujah. Hallelujah. Paul says there is no male or female in Christ. പൗലോസ് അതുകൊണ്ടാ പറഞ്ഞത് ക്രിസ്തുവിൽ സ്ത്രീ എന്നും പുരുഷനെന്നും ഇല്ല. Hallelujah. Hallelujah. If you are really hungry for God, നിങ്ങൾ ദൈവത്തിനായി യഥാർത്ഥത്തിൽ ദാഹമുള്ള വിശപ്പുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, sisters, if you are really thirsty for God, സഹോദരിമാരെ നിങ്ങൾ ദൈവത്തിനായി ദാഹമുള്ള വിശപ്പുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, God can fill you with His great power. ദൈവത്തിന് അധിക ശക്തിയോടെ നിങ്ങളെ നിറയ്ക്കാനായി സാധിക്കും. Hallelujah. Hallelujah. He can take away all the mental barriers. നിങ്ങളുടെ മനസ്സിലുള്ള സകല പരിധികളെയും അവൻ എടുത്തു മാറ്റും. Beyond what you are, God can use you under His anointing. ഓ, നിങ്ങൾ എന്താണോ അതിനപ്പുറം ദൈവത്തിന്റെ അഭിഷേകത്താൽ ദൈവത്തിന് നിങ്ങളെ മാറ്റാനായി സാധിക്കും. Hallelujah. Hallelujah. And this woman of God named Catherine Kuhlman once said, ഒരിക്കൽ ഈ ഞാൻ പേര് വിളിക്കപ്പെട്ട ഈ കാത്രിൻ കുൾമാൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, think big, വലിയ കാര്യങ്ങളെ ചിന്തിക്കുക, speak big, വലിയ കാര്യങ്ങളെ സംസാരിക്കുക, act big, വലിയ കാര്യങ്ങളെ പ്രവർത്തിക്കുക. because we have a big God. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്കൊരു വലിയ ദൈവമാണുള്ളത്. Hallelujah. Hallelujah. How many of you really know that your God is a big God? നിങ്ങളിൽ എത്ര പേർ ഇവിടെ ഇരിക്കുന്നവർ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ ദൈവം വലിയവനാണെന്നുള്ള യാഥാർത്ഥ്യം? If this big God could create the vast expanse of the universe, He can sustain you in His mighty hands. ഈ വലിയവനായ ദൈവത്തിന് ഇത്രയും വലിയ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ സാധിച്ചെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനായ നിന്നെ നിലനിർത്തുവാൻ ഈ വലിയ ദൈവത്തിന് സാധിക്കുകയില്ലേ? ഈ സിസ്റ്ററിന്റെ പേര് സിമി എന്നാണ്. കൊരട്ടി, അതെ, സിമി കൊരട്ടിയിൽ നിന്നാണ് വരുന്നത്. ഓസ്ട്രേലിയയിലായിരുന്നു, പക്ഷേ പിന്നീട് പെർമനന്റ് റെസിഡൻസിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. സാധാരണ 4-5 മാസമാണ് ഇതിന്റെ പ്രോസസ്സിംഗ് ടൈം. പക്ഷേ ഏതാണ്ട് 9 മാസമായിട്ടും ഒന്നും സംഭവിച്ചില്ല. പിന്നീട് അതിന്റെ ഫോളോ അപ്പിന് വേണ്ടി ചെന്ന സമയത്ത് അവർ പറഞ്ഞു ഇന്ത്യയിലെയും അതുപോലെ ഓസ്ട്രേലിയയിലെയും രണ്ടിൻ്റെയും പോലീസ് വെരിഫിക്കേഷൻ എക്സ്പയർ ആയിപ്പോയി. അത് രണ്ടാമത് സബ്മിറ്റ് ചെയ്യണം. അത് 28 ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യണം. അത് സാധാരണഗതിയിൽ വളരെ ബുദ്ധിമുട്ടാണ് ആ സമയത്തിനുള്ളിൽ അത് എത്തിക്കുക എന്നുള്ളത്.
15/2 ഈ കഴിഞ്ഞ 15-ാം തീയതി പെരുമ്പാവൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ വെച്ച് ഈ സഹോദരി ഷെമാൻഡിയോട് ചെന്ന് വിവരം പറഞ്ഞു, ഈ കാര്യം പറഞ്ഞു. ഷെമാൻഡി പറഞ്ഞു എല്ലാം ശരിയാകും എന്ന് പറഞ്ഞു. സംഭവിച്ചത് അടുത്ത വെള്ളിയാഴ്ച കറക്റ്റ് 7 ദിവസത്തിനുള്ളിൽ പെർമനന്റ് റെസിഡൻസിയുടെ എല്ലാ പേപ്പറുകളും ശരിയായി ഏത് നിമിഷം വേണമെങ്കിലും ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് പോകാം. ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഈ പോലീസ് വെരിഫിക്കേഷന് വേണ്ടി 2 പോലീസ് വെരിഫിക്കേഷന്റെ ഡോക്യുമെന്റ്സ് ചെയ്തു തീർക്കാൻ 1 ദിവസമാണ് എടുത്തത്. 28 ദിവസത്തിനുള്ളിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒറ്റ ദിവസം കൊണ്ട് കാര്യങ്ങൾ റെഡിയായി. അതാണ് ഒന്നാമത്തെ ഒരു അത്ഭുതം. രണ്ടാമത് ഒരു കാര്യം കൂടിയുണ്ട്. ഈ സിസ്റ്ററിന്റെ ബ്രദർ ഷിജോ സൗദി അറേബ്യയിലാണ് ഒരു മിലിറ്ററി ഹോസ്പിറ്റലിൽ അസിസ്റ്റന്റായി ജോലി ചെയ്തു. അപ്പം അവിടെയുള്ള രീതികൾ എനിക്കറിയാം. ഒരേ നാഷണാലിറ്റിയിലുള്ളവർ അവരുടെ സ്വന്തം ആൾക്കാരെ കയറ്റാൻ വേണ്ടിയിട്ട് മറ്റ് നാഷണാലിറ്റിയിലുള്ളവർക്ക് ഫാൾസ് റിപ്പോർട്ട് കൊടുക്കും. അതുപോലെ ഒരു ക്ലാസിക് കേസ് ആയിരുന്നു. സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഇവര് സെൽ ഗ്രൂപ്പ് വീട്ടിൽ നടത്തുന്ന ഒരു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ബ്ലെസ്സിംഗ് ഗ്രൂപ്പ് വീട്ടിൽ നടക്കുന്നുണ്ട്. ഒരു ബ്ലെസ്സിംഗ് ഗ്രൂപ്പ് വീട്ടിലുണ്ടെങ്കിൽ ഒരു വലിയ അനുഗ്രഹമാണ്. ഒരു ബ്ലെസ്സിംഗ് ഗ്രൂപ്പിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് വേണ്ടി കരുതാൻ ആളുണ്ട്. എന്ത് സംഭവിച്ചു? ഫാൾസ് റിപ്പോർട്ട് കൊടുത്തത് ഈ ഷിജോയുടെ ഒരു കൂട്ടുകാരൻ കാണുകയും അത് മേല് അധികാരിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നെങ്കിൽ എന്തായിരിക്കും ആക്ഷൻ എന്ന് ഇവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. ഇവർ ചെയ്തത് സെൽ ഗ്രൂപ്പിൽ ഇത് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് മനസ്സിലായി ആ മേലധികാരി ആ റിപ്പോർട്ട് കീറിക്കളഞ്ഞ് എല്ലാം റെഗുലറൈസ് ചെയ്തു. നിങ്ങൾക്കെതിരെയുള്ള റിപ്പോർട്ടുകൾ, രേഖകൾ കീറിക്കളയുന്ന കൈകളുണ്ട്. നിനക്കെതിരെ ഒരായുധവും ഫലിക്കയില്ല, ഒരു വായു നിനക്കെതിരെ സംസാരിക്കുകയില്ല. പക്ഷേ എനിക്കറിയാം, ഒരു മിലിറ്ററി ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ചെന്നാൽ സാധാരണ അവർ ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് ടെർമിനേറ്റ് ചെയ്ത് ബെനിഫിറ്റ്സ് ഒന്നും കൂട്ടാതെ നേരെ നാട്ടിലേക്ക് അയക്കുകയാണ്. ചിലപ്പോൾ ടിക്കറ്റ് പോലുള്ള പൈസ പോലും കിട്ടില്ല. പക്ഷേ ബ്ലെസ്സിംഗ് ഗ്രൂപ്പിലുള്ള ഒരുമിച്ചുള്ള പ്രാർത്ഥന നിമിത്തം കർത്താവ് ഒരു കുഴപ്പവുമില്ലാതെ ഈ സഹോദരനെ അവിടെ സസ്റ്റെയിൻ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൈകൾ അടിച്ച് യേശുവിന് നന്ദി പറയാം. കർത്താവേ, ബ്രദറിനും സിസ്റ്ററിനും വേണ്ടി കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾക്കായി ഞങ്ങൾ എല്ലായിടങ്ങളിലും ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഇവളുടെ ട്രാവൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓസ്ട്രേലിയയിലുള്ള ജോലിയും തുടർന്നുള്ള കാര്യങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. ബ്രദറിനെ അനുഗ്രഹിക്കുന്ന, ഫാമിലി അനുഗ്രഹിക്കുന്നു. ഇൻ ജീസസ് നെയിം. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കും. അങ്ങ് വിശ്വസിക്കുന്ന, നിഷ്കളങ്കമായി വിശ്വസിക്കുന്ന ഓരോരുത്തർക്കായി അങ്ങ് കർത്താവെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ബ്രസ്റ്റിൻ്റെ അകത്ത് മുഴയുള്ളൊരു സഹോദരിയെ കർത്താവ് സൗഖ്യം. വലിയൊരു ഭീതിയിലാണ്. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ ഡയബറ്റീസ് കൂടി, ഷുഗർ കൂടി, ചില അവയവങ്ങൾ മുറിച്ച് കളയണമെന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി സൗഖ്യമാകട്ടെ. ഇൻറ്റേർണൽ ഓർഗൻസിന് സാരമായ തകരാറുകൾ ബാധിച്ചവർ വിടുതൽ പ്രാപിക്കട്ടെ. താങ്ക് യു ലോർഡ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. രക്തക്കുഴലുകൾ യേശുവിൻ്റെ നാമത്തിൽ ബ്ലോക്കുകൾ മാറട്ടെ. പ്രത്യേകിച്ച് ഹാർട്ടിൻ്റെ വാൽവുകൾ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. ഇന്ന് വരെ യേശുവിന് വേണ്ടി ഹൃദയം
എൻ്റെ ഹൃദയം, എൻ്റെ ജീവിതം അങ്ങേക്കായി ഞാൻ നൽകുന്നു. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അങ്ങ് മരിച്ചതിനാൽ നന്ദി പറയുന്നു. യേശുവേ, എൻ്റെ ഉള്ളിൽ വസിക്കണമേ. അങ്ങയുടെ രക്തത്താൽ എൻ്റെ പാപത്തിൻ്റെ കറകൾ അങ്ങ് കഴുകിക്കളയണമേ. കർത്താവേ, അങ്ങൻ്റെ രക്ഷകനാണ്. യേശുവേ, അങ്ങൻ്റെ ദൈവമാണ്. ഞാൻ അങ്ങേ സ്വീകരിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും ഒത്തിരി 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 അനുഗ്രഹിക്കട്ടെ. ഇന്ന് കോഴിക്കോട് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത പോലെ വ്യക്തിപരമായി നിങ്ങളെ ക്ഷണിക്കുന്നു. തീർച്ചയായും വരണം. അവിടെ വരുമ്പോൾ ഞാൻ നേരത്തെ അനൗൺസ് ചെയ്ത പുസ്തകങ്ങൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കും. മാത്രമല്ല, അനുഗ്രഹിക്കപ്പെട്ട പല സന്ദേശങ്ങളുടെ DVD-കളും CD-കളും നിങ്ങൾക്കവിടെ ലഭിക്കുന്നതാണ്. നാളെ ഗൂഡല്ലൂരിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. വരേണ്ടവരെല്ലാം വന്ന് ചേർന്ന് അനുഗ്രഹങ്ങളാൽ നിറയണം. അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിൽ പ്രത്യേകമായ ഗുഡ് ഫ്രൈഡേ സർവീസ് ഉണ്ടായിരിക്കും. വരണം. ദൂരെ നിന്നുള്ളവർ പോലെ നേരത്തെ വരണം. അതിൻ്റെ തത്സമയ സംപ്രേഷണം ഉണ്ടായിരിക്കും. അതുപോലെ വെബ് സ്ട്രീമിംഗ് ഉണ്ടായിരിക്കും. blessingtoday.tv എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലൈവായി അതിൻ്റെ വെബ്കാസ്റ്റ് ഉണ്ടായിരിക്കും. കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത തിങ്കളാഴ്ച ഈ പ്രോഗ്രാമിലൂടെ കാണാം. നാളെയും മറ്റന്നാളും ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ നമുക്ക് നേരിട്ട് കാണാം. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. See you on Monday. God bless you. വെൽക്കം ബാക്ക് ടു ബൈബിൾ ന്യൂ. ഇന്നത്തെ ചോദ്യം ഇതാണ്: ക്രൂശിൽ യേശുവിന്റെ തലയ്ക്കു മീതെ എന്ത് കൈയെഴുത്താണ് ഉണ്ടായിരുന്നത്? വാട്ട് നോട്ടീസ് വാസ് റിട്ടൻ അബൌട്ട് ജീസസ് വൈൽ ഹി ലേ ഓൺ ദ ക്രോസ്? ഓപ്ഷൻസ്: എ പാപികളുടെ സ്നേഹിതൻ, ബി മഹാപുരോഹിതൻ, സി യഹൂദന്മാരുടെ രാജാവ്, ഡി ദേവപുത്രൻ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരിയുത്തരം അയക്കുന്നവരിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്ത് ഞങ്ങൾ OM ബോക്സ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം അയച്ചു തരുന്നതാണ്. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.